ഈ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നോക്കാറുണ്ടോ? തീർച്ചയായിട്ടും നോക്കാറുണ്ട്. ബാലചേട്ടൻ നമ്മള് പ്യൂർലി ചേട്ടൻ അക്ഷരത്തിട്ട് വിളിക്കാൻ തോന്നുന്നു. ചില അപ്പൊ അർജുൻ ചേട്ടനെയോ? അർജുൻ ചേട്ടനെ ഞാൻ കേട്ടു ആ കണ്ണടനെ പറ്റിയിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് വെച്ച് നടക്കാൻ പറ്റില്ല, അത് ഒട്ടും ഗ്രിപ്പും ഇല്ല, നമുക്ക് കുറച്ച് വെയിറ്റ് കൂടുതലാണ് കണ്ണടക്ക്, ഹെവിയാണ്, വെൽഡിംഗ് ഒക്കെ ചെയ്തുണ്ടാക്കിക്കാൻ പറ്റുക. അത് ആക്ച്വലി നല്ല ചെമ്പൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു നല്ല വെയിറ്റ് ആണ്. അത് നമ്മള് ഇവിടുന്ന് ഇങ്ങനെ കെട്ടിയിട്ടൊക്കെയാണ് നമ്മള് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചു കാലത്തേക്ക് എന്താ പറയാ മത്സ്യം അതൊന്നും കഴിക്കില്ല അങ്ങനൊക്കെ ഉണ്ടാവും. ഒരു പള്ളിയിലച്ചനല്ലേ? പൂജാരി അല്ല, എന്നാലും ചില പ്രിപ്പറേഷൻസ് എടുക്കുമല്ലോ. പള്ളിയിലച്ചന്മാര് കഴിക്കില്ലേ? ഞാൻ ഈ കള്ളൻ റോൾ ചെയ്യാനായിട്ട് മോഷ്ടിക്കാൻ പോയിട്ടൊന്നുണ്ടായിരുന്നു. ഭ്രമയുഗത്തില് മമ്മൂക്കനെ കാണിക്കുമ്പോഴുള്ള കയ്യടി, ഇത്രയും കാലം കഴിഞ്ഞ പടം ഫെസ്റ്റിവലിൽ വന്നു കഴിയുമ്പോൾ ഒരു ആക്ടറെ കാണുമ്പോൾ കിട്ടുന്ന കയ്യടി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര മൊത്തം നമ്മളെ ഇൻഡസ്ട്രിക്ക് തന്നെ ഇടുന്ന ഒരു വലിയ റെക്കഗ്നിഷൻ ആണ്. നമ്മളുടെ കൂട്ടത്തിലോ ഇവിടെയുള്ള ആൾക്കാരല്ലേ ചൂടാവുന്നില്ല. ഇന്ന് നമ്മുടെ കൂടെ എന്ന് സ്വന്തം പുണ്യാളന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിട്ട് 4 പേരാണ് വന്നിരിക്കുന്നത്. മറ്റാരുമല്ല, അർജുൻ ചേട്ടൻ, അനശ്വര, ബാലുചേട്ടൻ ആൻഡ് മഹേഷ് ചേട്ടൻ. ഹായ്. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അടിപൊളി, നല്ല വിശേഷങ്ങൾ. അതെ, ഇപ്പം ഫസ്റ്റ് തന്നെ മഹേഷേട്ടൻ്റെ അടുത്ത് പറയാണെന്നുണ്ടെങ്കിൽ മഹേഷേട്ടൻ്റെ ഫസ്റ്റ് ഡയറക്ടറിൽ ഡെബ്യൂ മൂവിയാണ്. സോ ഹൗ ഡു യു ഫീൽ? ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര സന്തോഷം. കുറേ നാളത്തെ ശ്രമത്തിന്റെ ഒടുവിലാണ് ഒരു പടം ചെയ്യാൻ പറ്റിയ. അത് നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ആ ഒരു പടം ചൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ടെൻഷൻ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഒരു, കാരണം ഡയറക്ടർ പുതിയ ഡയറക്ടറാണ്, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയല്ല, ഇപ്പം മഹേഷും നേരത്തെയും ഒരുപാട് ആഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മഹേഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി അങ്ങനെ ഒരു കൺഫ്യൂഷനുള്ള ഒരാളെന്ന് പറയുന്നില്ല, അത്യാവശ്യം ധാരണ തന്നെ ഉണ്ടായിരുന്നു. ആ പേടിയൊന്നും ഉണ്ടായില്ല. രസമായിട്ട് ഷൂട്ട് പോവുകയും ചെയ്തു. പിന്നെ നമുക്ക് നല്ല ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും നല്ല ബാക്കപ്പ് ഉണ്ടായി. പുള്ളി ഭയങ്കര നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ നിൽക്കുന്നൊരു പ്രൊഡ്യൂസറും അങ്ങനെ കിട്ടാനും ശരിക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല പ്രൊഡ്യൂസറും ഉണ്ടായി ബാക്കപ്പ്. സോ ഹാപ്പി ആയിട്ട് ഷൂട്ട് പോയി. ഈ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നോക്കാറുണ്ടോ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയ ഡയറക്ടറാണ്? അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ എങ്കിലും എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും നോക്കാറുണ്ട്. അല്ല, എക്സ്പീരിയൻസ്ഡ് ആയെന്നല്ല, അവരുടെ ആണല്ലോ വിഷൻ. അപ്പം അവരതെങ്ങനെ, ഏത് സ്ക്രിപ്റ്റ് ആണെങ്കിലും അവരാണല്ലോ അതിന് ബെസ്റ്റ് ആക്കുന്നത്. ഓഫ്കോഴ്സ് നോക്കാറുണ്ട്. പിന്നെ മഹേഷ് ചേട്ടനും അത് ഏത് രീതിയിൽ വരണം, അത് ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ എടുക്കണം എന്നുള്ള അത്രയും ഷുവറായിരുന്നു. നാരേറ്റ് ചെയ്തപ്പോഴാണെങ്കിലും അതെടുത്തപ്പോഴാണെങ്കിലും. സോ നമ്മളൊക്കെ ആളും കോൺഫിഡൻ്റ് ആയിരുന്നു, ഞങ്ങളും ആളിൽ കോൺഫിഡൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ള ഒരു കോംബോയാണ് അർജുൻ ചേട്ടനും അനശ്വരയും നമ്മൾ. അതിൻ്റെ ഇടയ്ക്ക് ബാലുചേട്ടനും കൂടി വന്നപ്പോൾ അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയി ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ എങ്ങനെയാണ് ആ കാസ്റ്റിംഗ് പരിപാടിയൊക്കെ ഇവരിങ്ങനെ ചൂസ് ചെയ്തത്? ഒരാളോടുണ്ട്, അൽത്താഫിക്ക. ഈ കഥ ചൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ക്യാരക്ടർ ഇന്നാൾ ചെയ്താൽ കൊള്ളാം എന്ന് ആദ്യം തോന്നിയ ആളുകൾ തന്നെ ആളുകളെ തന്നെ ഈ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റി. ഇത് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നി. കള്ളൻ്റെ ക്യാരക്ടർ കുറച്ച് എക്സെൻട്രിക്കാണ്, കുറച്ച് എന്താ പറയണ്ട, ഒരു പിടുത്തം തരാത്ത, എവിടുന്ന് വന്നു എങ്ങനെ പോയി, അങ്ങനെ ഒരു ചെറിയൊരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അച്ചുവേട്ടനാണ് ആദ്യം മനസ്സിൽ തോന്നിയത്. അച്ചുവേട്ടൻ കഥ പറഞ്ഞു, അച്ചുവേട്ടൻ ഗ്രീൻ സിഗ്നൽ തന്നു. അങ്ങനെ ായി പിന്നെ ബാലുചേട്ടനിലേക്ക് എത്തി, അനശ്വരനിലേക്ക് എത്തി. സേഫായി ഈ എന്താണോ ഈ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് ആ കറക്റ്റ് ആ സ്കെയിലിലുള്ള ആർട്ടിസ്റ്റിനെ കിട്ടി നമുക്ക്. അപ്പം അർജുൻ ചേട്ടനായാലും കുറച്ചുകൂടി ഒരു ലൗഡ് ക്യാരക്ടറാന്ന് തോന്നുന്നു എനിക്ക് ടീച്ചർ കണ്ടപ്പോൾ. അപ്പം എന്തെങ്കിലും ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ഭയങ്കര എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ? ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. മഹേഷേട്ടന് ക്ലിയർ പിക്ചർ അറിയാം ഈ ക്യാരക്ടർ എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോ തുടക്കത്തിൽ 2 ദിവസം ഈ ചെയ്ത് നോക്കും തോറും നമ്മൾ ഈ ട്രാക്കിലാവുന്നതിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് എത്തുന്നവരെ നമുക്ക് ടെൻഷനായിരിക്കും. അപ്പോൾ ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ റൈറ്റർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അപ്പോൾ അതായി കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പരിപാടി പിടിച്ചൊക്കെ പോകാം. അപ്പോൾ ഇതിന് പ്രോപ്പർ ക്ലാരിറ്റി ഇവർക്ക് തന്നെ ഉണ്ടായി ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യം ഉണ്ടായില്ല, പീസ്ഫുള്ളായിരുന്നു. ഡയറക്ടർ ഉണ്ട് എങ്ങനെയാണ് ആക്ച്വലി സെറ്റിൽ? ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെ ആയിരുന്നു? സ്ട്രിക്റ്റ് നമ്മൾ ബോർഡിങ്ങിൽ പോണല്ലോ, ഷൂട്ട് ചെയ്യാൻ പോണല്ലേ. എന്നാലും ഉണ്ടാവല്ലോ ചില ഡയറക്ടർ കാണുമ്പോൾ പേടിയല്ലേ ഈശ്വര ഇവ ചീത്ത വിളിക്കും. അത് സീനിയോറിറ്റി ബേസ് ചെയ്തിട്ടുള്ള റെസ്പെക്റ്റ് ആണ് പേടി എന്ന് പറഞ്ഞത്. അപ്പോൾ മഹേഷ് ബ്രോ ഭയങ്കര ചില്ലായിരുന്നു. കാരണം ഇവരെ ടീം മൊത്തം പ്രണദേവേട്ടനാണെങ്കിലും റൈറ്റർ സാംജി ആണെങ്കിലും പിന്നെ ജോഷി ചേട്ടൻ, ഇപ്പോൾ ജോഷി ചേട്ടനൊക്കെ മെമ്പർ രമേഷിലോട്ട് എനിക്ക് പരിചയമുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് അറിയുന്ന പല പേരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവരെല്ലാവരും പ്രൊഡക്ഷൻ പറയണമെങ്കിൽ അവർ ഫുൾ സപ്പോർട്ടീവ് ആയിരുന്നു ഡയറക്ടറിന് എന്ത് വേണം,
അല്ലാണ്ട് ഒരു ഇത്രയും രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. പടത്തിന് അനുയോജ്യമായി പടത്തിൻ്റെ ക്വാളിറ്റി ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കൂടെ നിൽക്കുന്ന ഒരു ടീം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പീസ്ഫുള്ളാവും, നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു പരിപാടികളോ ഒന്നും ഉണ്ടായില്ല. കൂടെ നിന്നിട്ടുണ്ട്, നമ്മളും കൂടി നിന്നവരുടെ. ഓക്കെ, അപ്പൊ എന്തായാലും മഹേഷ് ചേട്ടനെ പറ്റിയിട്ട് കുറെ കാര്യം ഇപ്പൊ പറഞ്ഞു, ഇങ്ങനെ ഭയങ്കര പറഞ്ഞു പറഞ്ഞു. മഹേഷ് ചേട്ടൻ എങ്ങനെയായിരുന്നു ഇവരെ ഒന്ന് ഒരു ഇതിലാക്കി എടുക്കാൻ? ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അവർ ആക്ച്വലി കൂൾ ആളുകളാണ് റിയൽ ലൈഫിലും. സോ ഭയങ്കര കൂളായിരുന്നു. പിന്നെ നല്ല കൂൾ ക്ലൈമറ്റും ആയിരുന്നു. പറഞ്ഞോളൂ. ആക്ച്വലി ഭയങ്കര ഈസി ആയിരുന്നു. നോർമലി അത്യാവശ്യം ഈ ടെൻഷനും പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ ഫസ്റ്റ് ഒരു പടം ആകുമ്പോൾ. ആ ഒരു ടെൻഷൻ കുറയ്ക്കുന്ന തരത്തിലായിരുന്നു ഇവരെല്ലാവരും സെറ്റിലേക്ക് വന്നപ്പോൾ. സോ അടിപൊളിയായിരുന്നു. അത് എനിക്ക് മാത്രമല്ല, ഈ നമ്മളിപ്പോൾ എല്ലാ സിനിമകളിലും ഈ ഇൻ്റർവ്യൂസിന് പറയുന്ന പോലെ അല്ല, അത് റിയലി ഭയങ്കര അടിപൊളിയായിരുന്നു. ലൊക്കേഷൻ കുട്ടിക്കാനത്തൊരു അങ്ങനെ പറയണേ. അല്ല ശരിക്കും കുട്ടിക്കാനം നല്ല നവംബർ ഡിസംബറിൽ നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നല്ലൊരു കുന്നിൻ്റെ മുകളിൽ ഒരു പള്ളി ഫുൾ സെറ്റിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ സൈഡായാലും നമ്മുടെ ടെക്നീഷ്യൻ സൈഡായാലും ഇപ്പോൾ എനിക്ക് പ്രൊഡ്യൂസർ ലിഗോ ജോൺ ഒരു ടെൻഷനും തന്നിട്ടില്ല പുള്ളി. നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് കറക്റ്റ് എത്തിച്ചിരുന്നു. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോഷി ചേട്ടനുണ്ട്, പുള്ളിയാണ് കോർഡിനേറ്റ് ചെയ്തത് എല്ലാ പരിപാടിയും. രേണു ചേട്ടൻ ക്യാമറ, നമ്മളൊരു പൂ ചോദിച്ചാൽ പുള്ളി ഒരു പൂക്കാലം തരും. ആ ഡയറക്ടർ ആവട്ടെ അനീഷ് നാടോടി, പിന്നെ നമ്മുടെ അപ്പുമാരായി, റൈറ്റർ, എല്ലാവരും കൂടെ ഒന്ന് എഡിറ്റർ സോബിൻ ചേട്ടൻ, ഈ ഒരു 10-15 കൊല്ലം കൊണ്ട് അറിയാവുന്ന എൻ്റെ ഷോർട്ട് ഫിലിം തൊട്ടേ ഉള്ളതാണ്. അപ്പോൾ എല്ലാം കൂടെ ഒത്തു വന്നു, നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റി. ഓക്കെ, എന്തായാലും ഞാൻ ചെറുതായിട്ടൊരു റാപ്പിഡ് ഫയറിലേക്ക് കൊണ്ടുപോവാണ്. ടപ്പ് ചെയ്യുന്ന ഉത്തരം പറയണം. ഓക്കെ, ശരിക്കും റിയൽ ലൈഫിൽ ഒരു പുണ്യാളൻ പോലുള്ള ഒരാളും അതേപോലെ എല്ലാ കള്ളത്തരങ്ങളും കാട്ടിയിട്ട് പുറമെ ഒരു പുണ്യാളൻ പോലെ നടക്കുന്ന ആൾ ആരാ? നമ്മളുടെ കൂട്ടത്തിലോ? ഇത് ഇവിടെയുള്ള ആൾക്കാരല്ലേ ചോദിക്കും. ചൂടാവണം. അങ്ങനെ കള്ളത്തരം ഇട്ടിട്ട് പുണ്യുള്ള പോലെ നടക്കണമെന്നില്ല. കള്ളത്തിനിട്ട് അപ്പം തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റും. എന്ത് കള്ളത്തരം കാണിച്ചു? പിന്നെ പഴയ കാലമൊന്നല്ല ഇപ്പൊ. അപ്പ പിടിക്കുന്നു. മഹേഷിനെ കൊടുക്കാതെ. അതെന്തുകൊണ്ടാ മഹേഷ് ചേട്ടനാ പറഞ്ഞേ? ആരെങ്കിലും പറയട്ടെ. ഒരെണ്ണം ഞാനും ആണ്, അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും രണ്ടാമത്തെ ചോദ്യം, എന്തെങ്കിലും ഒരു ടെൻഷൻ സിറ്റുവേഷൻ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യണം ചെയ്തോ ഇനി എല്ലാം പുണ്യങ്ങളെ നോക്കിക്കോളും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണോ? ആരാണോ? അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ? അതായത് എല്ലാം പുണ്യാളെ നോക്കിക്കോളും എന്ന് വെച്ച് നിക്കോ, അല്ലെങ്കിൽ മറ്റുള്ള ഞാനിപ്പോ അല്ല നമ്മള് നിക്കോന്നാണോ? അങ്ങനെയാണല്ലോ, കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവമേ നല്ല ആണല്ലോ, എല്ലാവരും അങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് നോക്കും. അതെ, നടന്നില്ലെങ്കിൽ പിന്നെ ബാക്കി അതെ. ഓക്കെ, ഇനി മഹേഷ് ചേട്ടൻ ഈ 3 പേരുടെയും റിയൽ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഒരു 3 വാക്കിൽ പറയണം. 3 വാക്കിലാ? ഫസ്റ്റ് ബാലുചേട്ടൻ നിന്ന് തുടങ്ങാം. ചേട്ടൻ ഫൺ ക്യാരക്ടർ പറഞ്ഞപ്പോ ചേട്ടൻ ക്യാരക്ടറല്ലേ? ബാലുചേട്ടൻ നമ്മള് പ്യൂർലി ചേട്ടൻ നല്ല അക്ഷരത്തിൽ വിളിക്കാൻ തോന്നുന്നു. അർജുനെ നമ്മള് അർജുനെ മച്ചാ അങ്ങനെ ഒരു പരിപാടിയാണ്. അനശ്വര കൂട്ടുകാരി. നിങ്ങൾ 3 പേരും മഹേഷ് ചേട്ടനെ പറ്റി പറയാം. ഡയറക്ടർ അല്ല, മഹേഷ് പീസ്ഫുൾ പെർഫെക്ഷനിസ്റ്റ്. പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാവും മനസ്സില്, അത് അതിനകത്തേക്ക് എത്തിക്കാൻ വേണ്ടി വർക്ക് ചെയ്യും. പെർഫെക്ഷനിസ്റ്റ് ആണ്. പിന്നെ വിഷൻ, നല്ല വിഷൻ ഉള്ള ഒരാളാണ്. ഹൈപ്പർ ലൂപ്പ് ഒക്കെ ഉണ്ട്, വന്നെ വെയിറ്റ് ഹൈപ്പർ ലൂപ്പ് ആയിട്ടൊക്കെ ഉണ്ട്. ഇത് ഇറങ്ങിയിട്ടാണ് ഹൈപ്പർ ലൂപ്പിലേക്ക് കയറാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോട്ട് ദേഷ്യപ്പെടാതെ ഷോട്ട് ശരിയാവാതെ ദേഷ്യപ്പെട്ടുണ്ടോ ആരുടെങ്കിലും അടുത്ത്? ഇല്ല. ഒരിക്കലും. നമുക്ക് ആർട്ടിസ്റ്റുകളെ കംഫർട്ടായിട്ട് നിർത്തിയാൽ മാത്രമാണ് പരിപാടി നടക്കുള്ളൂ. അത് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അത് ഞാനൊന്നുമില്ല, എല്ലാ ഡയറക്ടേഴ്സും അത് തന്നെ ഫോളോ ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, ആർക്കും ചെയ്ത് കേട്ടിട്ടില്ല അല്ലേ? ഒരിക്കലും ഇല്ല. അപ്പൊ ഇവരിലെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അഭിനയിപ്പിച്ചെടുക്കാൻ എളുപ്പം ആരെയാണ്? 3 പേരും ഉഗ്രൻ ആർട്ടിസ്റ്റുകളല്ല. ചോദ്യത്തിന് തന്നെ ഒരു ഇതില്ല. ഇനി ഞാനൊരു ഫണ്ണി ചോദ്യം ചോദിക്കുകയാണെ. ട്രെയിലറിൽ കണ്ടപ്പം അനശ്വരയുടെ ഒരു ഡ്രസ്സ് ഉണ്ട്. ആ ഡ്രസ്സിന്റെ ഡിസൈനും കളറും സെയിം ആ ലാമ്പിന്റെ
ഒരു ഡിസൈൻ കളറും പോലെ. അത് ഏതാ കളറ്? ബ്ലൂ ഇതല്ലേ? Yes. ഒരു പീകോക്ക് ബ്ലൂ കളർ. അത് അച്ഛൻ്റെ കോസ്റ്റ്യൂമും അങ്ങനെയാണ്, നമ്മൾ അങ്ങനെയാണ്. Pale green. Pale അല്ലേ? വെറുതെ ഗ്രീൻ അല്ലേ? ഒരു 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 ടീൽ അവർക്കറിയില്ല. കട്ടിപ്പച്ച. ചാണപ്പച്ച. ചാണകപ്പച്ച അതല്ല. പച്ച. ഗ്രീൻ, ഒരു ലൈറ്റ് ഗ്രീൻ. ഓ ഗ്രീൻ ആയിരുന്നോ? ഗ്രീൻ ബ്ലൂ ഒക്കെ ഉണ്ട് മൊത്തത്തിൽ. കളർ. അത് ഈ പോസ്റ്റേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് വേണം വെച്ച് ചെയ്തിട്ടുള്ളതാണോ ആ സംഭവം? ഡെഫിനറ്റ്ലി നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്, ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, നമ്മളെല്ലാം ആർട്ടും കോസ്റ്റ്യൂമും തയ്യപ്പിലൊക്കെ പോയ അതെ. നിങ്ങൾ ആ വോൾ നോക്കിയാൽ കാണാം, കോസ്റ്റ്യൂമിൽ നോക്കിയല്ലേ, അങ്ങനെയല്ലേ വോളൊക്കെ ചെയ്യുന്ന ആർട്ട് ഡിപ്പാർട്ട്മെന്റ്. എന്റെ കോസ്റ്റ്യൂം ആണെങ്കിലും വോളാണെങ്കിലും കണ്ടില്ലേ, പ്ലാൻ ചെയ്തതാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. മൊത്തത്തിൽ നമ്മുടെ രണിച്ചേട്ടന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. രണിച്ചേട്ടൻ ഒരു കളർ സെൻസ്, ഒരു കളർ ടോൺ പരിപാടി ഉണ്ടാവും. അല്ല, ശരിക്കും നമ്മുടെ കഥ നടക്കുന്നത് ഈ ഒരു ഹിൽ സ്റ്റേഷനിൽ മേളിലുള്ള ഒരു പള്ളി, അതിന്റെ പള്ളിമേട പരിപാടിയാണ്. അപ്പൊ മൊത്തത്തിൽ ആ ഒരു തണുപ്പ് വേണമായിരുന്നു. ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. മൊത്തത്തിൽ ആ ഒരു ബ്ലൂ ടോണും ആ ഒരു സംഭവം നമ്മൾ അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് അങ്ങനെ ഒരു പരിപാടി പിടിച്ചേക്കുന്നത്. അത് വ്യക്തമായിട്ട് സിനിമയിലുണ്ട്. ഞാൻ കേട്ടു ആ കണ്ണടനെ പറ്റിയിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അത് വീട്ടിലേക്ക് കൊണ്ടുവന്ന ആഗ്രഹം ഉണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം, പക്ഷെ നമുക്ക് വെച്ച് നടക്കാൻ പറ്റില്ല. അത് ഒട്ടും ഗ്രിപ്പും ഇല്ല, നമുക്ക് കുറച്ച് വെയിറ്റ് കൂടുതലാ കണ്ണടക്ക്. ഇവരത് ഈ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഹെവിയാണ്. വെൽഡിംഗ് ഒക്കെ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന മറ്റേ ആണ്. അത് ആക്ച്വലി മറ്റേ ചെമ്പൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു നല്ല വെയിറ്റ് ആണ്. അത് നമ്മള് ഇവിടുന്ന് ഇങ്ങനെ കെട്ടിയിട്ടൊക്കെയാണ്. അപ്പൊ അത് വെച്ചിട്ട് അഭിനയിക്കുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര രസമായിരുന്നു. സുഖമായിരുന്നു. ശരിക്കും പറയും. പിന്നെ സുഖമായിരുന്നു. കാണാൻ നല്ല രസമല്ലേ? കാണാൻ നല്ല രസമുണ്ടോ ചോദിച്ചേ? നമ്മള് കാണുമ്പോ നന്നായിട്ട് വരാനല്ലേ ട്രൈ ചെയ്യുന്നത്. അപ്പം ഇപ്പം ബാലചേട്ടനായാലും ഒരു പള്ളിയിലച്ഛനാണല്ലോ. അപ്പം ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് എക്സ്ട്രാ എടുത്തായിരുന്നോ? ഒരു പള്ളിയിലച്ഛൻ്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ അല്ല, അങ്ങനെയല്ല. ഇപ്പൊ അച്ഛനാണ്, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻ പുള്ളിക്ക് ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ വർക്കായാതെന്ന് ആൾക്കാർ കണ്ടിട്ട് പറയണം. അല്ല, ചിലവർ എടുക്കില്ലയോ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചു കാലത്തേക്ക് എന്താ പറയാ മത്സ്യം അതൊന്നും കഴിക്കില്ല, അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനൊക്കെ ഉണ്ടാവും. ഒരു പള്ളിയിലച്ഛനല്ലേ? പള്ളിയിലച്ഛൻ അല്ല, എന്നാലും ചില പ്രിപ്പറേഷൻസ് എടുക്കുമല്ലോ. പള്ളിയിലച്ഛന്മാര് കഴിക്കില്ലേ? അപ്പൊ മുട്ടയൊക്കെ നല്ല നല്ല ബീഫും സ്റ്റൂ ഒക്കെ അവര് കഴിക്കില്ലേ? നല്ല ഫുഡ് അടിയായിരുന്നു. പിന്നെ അല്ല, സാധാരണ അച്ഛന്മാരെ കഴിക്കും. പിന്നെ അച്ഛന്റെ ഞാൻ ഈ കള്ളൻ റോൾ ചെയ്യാനായിട്ട് മോഷ്ടിക്കാൻ പോയിട്ടില്ല. ഓക്കെ, അപ്പം എന്തായാലും പിന്നെ ഒരു മറ്റേ നമ്മുടെ IFFIയിലെ മഞ്ഞുമൽ ബോയ്സ് ആയാലും ബ്രഹ്മയുഗി ആയാലും ചെയ്തല്ലോ. അപ്പോൾ മാക്സിൽ എനിക്ക് തോന്നുന്നു ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് അങ്ങനെ നമ്മുടെ ഒരു മലയാളം മൂവി ഇതാവുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു ഫീല്? ഡെഫിനറ്റ്ലി പ്രൗഡാണ്, ഹാപ്പിയാണ്. അത് എനിക്ക് ആക്ച്വലി ഇവരുടെ പടത്തിന്റെ ബ്രഹ്മയുഗത്തില് കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മമ്മൂക്കനെ കാണിക്കുമ്പോഴുള്ള കയ്യടി. അത് ഇങ്ങനെ ഫെസ്റ്റിവലിന് പോയിട്ട് പടം ഇത്രയും കാലം കഴിഞ്ഞ പടം ഫെസ്റ്റിവലിൽ വന്നു കഴിയുമ്പോൾ ഒരു ആക്ടറെ കാണുമ്പോൾ കിട്ടുന്ന കൈയടി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര മൊത്തം നമ്മളെ ഇൻഡസ്ട്രിക്ക് തന്നെ ഇടുന്ന ഒരു വലിയ റെക്കഗ്നിഷനാണ്. ഭയങ്കര രസമുണ്ട്, നല്ല രസമുണ്ട് അത് കാണാൻ. ഓക്കെ, അപ്പൊ എന്തായാലും പടം ഇപ്പൊ തമിഴിലും ഇറങ്ങാൻ പോകും. തമിഴിലും ഇറങ്ങുന്നുണ്ടല്ലോ? സെയിം ഡേറ്റ് തന്നെയാണോ? സെയിം ഡേറ്റ് ആയിരിക്കില്ല, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. എന്തായാലും പടം അടിപൊളിയായിട്ട് റിലീസായിട്ട് എല്ലാവരും സക്സസ് ആവട്ടെ. ആൻഡ് ഓൾസോ എനിക്ക് അനശ്വരുടെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് പേർക്ക് ഭയങ്കര ഒരു അസൂയത്തോടെ നോക്കുന്ന ഒരാളാണ് അനശ്വര അല്ലേ? ഇത്ര ചെറിയ പ്രായത്തില് ഇത്ര ഇത്ര ചെറിയ പ്രായത്തില് ഒരു അത്യാവശ്യം നല്ലൊരു സക്സസ്ഫുള്ളായി നിൽക്കുക. അതുപോലെ തന്നെ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ദ ക്രൂ. താങ്ക് യു സോ മച്ച്.